Hi dears, welcome back to our family. അപ്പോൾ രാത്രിയിൽ എത്ര മണിയായി കാണാൻ പറ്റില്ല, എൻ്റെ കാണുന്നില്ല. ഇപ്പം രാത്രി ഇപ്പോൾ 12 മണിയായി. പിറ്റേ ദിവസമായിട്ടുണ്ട്. ഇന്നലെ ഞാൻ അഡ്മിറ്റ് ആയതാണ്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് റൂം കിട്ടിയത്. സ്റ്റോപ്പാണ്. അപ്പോൾ ദേ നമുക്ക് ഇപ്പോഴാണ് റൂം കിട്ടിയത് അല്ലേ കാശി? ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ഇതിനിടയ്ക്ക് എൻ്റെ കാശിക്കൂട്ടം വീണ് ചുണ്ടൊന്ന് ചെറുതായിട്ട് പൊട്ടി. NST ഒക്കെ കഴിഞ്ഞതേ ഞങ്ങൾ റൂമിൽ വന്നതേ ഉള്ളൂ. ഇനിയിപ്പം രാവിലെ തന്നെ ഇനിമ തരാനായിട്ട് കൊണ്ടുപോകുന്നുള്ളൂ 4 മണിക്ക്. നമ്മളിവിടെ ഉറങ്ങാൻ പോവുകയാണ്. പിന്നെ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് മേ ബി ഡെലിവറി വ്ലോഗ് ആയിരിക്കാം. ഫുൾ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. പറ്റുന്നതൊക്കെ കവർ ചെയ്യാം. കാശിക്കൂട്ടിന് നല്ല ഉറക്കം വരുന്നു, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഓർണമെൻറ്റ്സ് എല്ലാം ഊരി വെച്ചിട്ട് കിടക്കാൻ വിചാരിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ രാവിലെ അവർ വന്ന് വിളിക്കുമ്പോഴത്തേന് ഞാൻ ഇങ്ങനെ നിൽക്കും. എൻ്റെ കുഞ്ഞിൻ്റെ ചുണ്ട് പൊട്ടിയത് കാണിക്കുന്നത്. അപ്പം പിന്നെ ഇതാ നമ്മൾക്ക് റൂം കിട്ടി. റൂമൊക്കെ ഞാൻ നാളെ കാണിച്ചു തരാം. ഇപ്പം എല്ലാവരും കിടക്കാനുള്ള ധൃതിയിൽ നിൽക്കുകയാണ്. ഇപ്പം അതാ. അപ്പം ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് ഞാൻ രാവിലെ വരാം. രാവിലെ ഉറക്കം എണീറ്റിട്ട് ബാക്കി വിശേഷങ്ങൾ പറയും. ഇപ്പം പോയി എല്ലാം മോനെ എല്ലാം ഊരി വെക്കട്ടെ. കുഞ്ഞിന് നല്ല ഉറക്കം വരുന്നു. കുഞ്ഞിനെ കൊണ്ട് ഉറക്കട്ടെ. ഹലോ. അപ്പം ഇപ്പം സമയം 4:45. എനിക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ഇതുവരെ ഇല്ല. ഫോൺ വെക്കാൻ സ്റ്റാൻഡില്ല. അതുകൊണ്ട് ഞാൻ വാഷ് ബേസിൻ്റെ മുകളിലാണ് വെച്ചേക്കുന്നത്. അതിലുള്ള കുട്ടികളെന്ന് പറയാം, കാശി ബേബിയും ജാനിമോളും ഉണ്ട്. പിന്നെ ഉറക്കമാണ്. ഇനി പതുക്കെയാണ് സംസാരിക്കുന്നത്. എനിക്ക് വേറെ കുഴപ്പമില്ലെങ്കിലും 5 മണിയാകുമ്പോഴത്തേന് റെഡിയായി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനാ റൂമിൽ കൊണ്ടുപോകും. റൂമിലല്ല, ലേബർ റൂമിൽ കൊണ്ടുപോയിട്ട് ഫസ്റ്റ് ട്രിപ്പ് ഇടുമെന്നാണ് പറഞ്ഞത്. ഓൾറെഡി എനിക്ക് സെർവിക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. അതുകൊണ്ടിട്ട് സെർവിക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. അതുകൊണ്ടിട്ട് മരുന്നൊന്നും വെക്കുന്നില്ല. ഡയറക്റ്റ് ട്രിപ്പ് ഇടുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യമേ ചെറിയ ട്രിപ്പ് ഇടും. പിന്നെ ഡോക്ടർ വന്ന് PV ചെയ്തതിന് ശേഷം എന്താ വേദന വരാനുള്ള ട്രിപ്പ് ഇടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും രാവിലെ ആവുമായിരിക്കും. ഇപ്പം എന്തായാലും കൊണ്ടുപോകും. അപ്പോൾ രാവിലെ കുളിച്ചൊരുങ്ങി മുടിയൊക്കെ 2 സൈഡിൽ പിന്നിയിട്ട് കുളിച്ചു ഞാൻ പറഞ്ഞില്ല. രാവിലെ റെഡിയായിട്ട് മുടി 2 സൈഡിൽ പിന്നിയിട്ട് ഓർണമെൻറ്റ്സ് എല്ലാം ഊരി വെച്ചിട്ടിരിക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ കഴിക്കാനുള്ള ടാബ്ലറ്റ്, തൈറോയിഡിൻ്റെ ടാബ്ലറ്റും കഴിച്ച് പിന്നെ രാവിലെ കട്ടൻ കാപ്പിയും ബ്രെഡും മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ. അപ്പോൾ കട്ടൻ കാപ്പി മേടിക്കാൻ ദേവി പോയിട്ടുണ്ട്. ബ്രെഡ് ഞങ്ങൾ തലേദിവസം മേടിച്ചു വെച്ചു. ഇനിയിപ്പം കാശിയുടെ കാര്യമാണ്. രാവിലെ വരെ ഉറങ്ങിക്കോളും. എന്നെ രാവിലെ ഉറക്കം എണീറ്റ് എൻ്റെ കണ്ണിലേൽ വലിയ വിഷയമില്ല. ചേട്ടത്തി ഉണ്ടെങ്കിൽ അവന് വലിയ പാടില്ല. പിന്നെ എനിക്ക് ഇതുവരെ വേറെ പെയിനോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഇന്നലെ PV ചെയ്തായിരുന്നു. ഞാൻ PVയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേദന ഇല്ല എന്ന്. വേദന ഉണ്ട് കേട്ടോ. ലാസ്റ്റ് നമുക്ക് ഡെലിവറി ടൈമിൽ ചെയ്യുന്ന PV അത്യാവശ്യം പെയിൻഫുള്ളാണ്. പക്ഷെ നമ്മൾ ഡെലിവറി അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു അമ്മയാണ്, ഒരു ലേഡിയാണ്. സോ ആ ഒരു വേദനയൊക്കെ നമുക്ക് സഹിക്കാവുന്നതേ ഉള്ളൂ. വലിയ വേദനയൊന്നുമല്ല, വേദനയുണ്ട്. അത് പക്ഷേ ഭയങ്കര പ്രശ്നങ്ങളൊന്നുമല്ല. അതുപോലെ ആരും ടെൻഷനൊന്നും അടിക്കരുത് കേട്ടോ. പിന്നെ എന്തൊക്കെ പറയാൻ, ഇപ്പം ഞാൻ കൂളാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ എനിക്ക് നിരത്തി സന്തോഷമുള്ള ദിവസമാണ്. എൻ്റെ ആഗ്രഹം പോലെ 2 പേരും എന്നെ കാണാൻ വരുന്ന ദിവസമാണ്. അതൊക്കെ വലിയ വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. ആരെങ്കിലുമൊക്കെ എടുക്കുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അതേ വരാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പം മുടി 2 സൈഡിലായിട്ട് പിന്നിടണം. പിന്നെന്താ പറയുക, ടെൻഷനൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ടെൻഷനില്ല. ചിലപ്പോൾ അവർ വിളിക്കാൻ വരുമ്പോഴായിരിക്കും എൻ്റെ ടെൻഷനൊക്കെ എനിക്ക് കൂടുന്നത്. അതൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട്
സിസ്റ്റേഴ്സ് വരുമല്ലോ, വരുന്ന ടൈമിലായിരിക്കും വേദന വരുന്നത്, ടെൻഷൻ വരുന്നത്. എന്തായാലും എപ്പോഴായാലും നമ്മളിത് ഫേസ് ചെയ്യണം എന്ന് തന്നെ ആലോചിച്ചാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല. പിന്നെന്താ പറയുക, ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയട്ടെ. കുറേ പേര് എക്സ്പെൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഡിസ്ചാർജ് ആവുന്ന ടൈമിൽ പറയാം. പിന്നെ ഇവിടുത്തെ റൂം കിട്ടാൻ കുറച്ച് പാടായിരുന്നു. രാത്രിയിലായപ്പോഴാണ് റൂം കിട്ടിയിട്ടുണ്ടായിരുന്നത്. റൂം കിട്ടി, ഞങ്ങൾ റൂമിലേക്ക് വന്നപ്പോൾ തന്നെ 12 മണി കഴിഞ്ഞ്. അത്യാവശ്യം നല്ല റൂമൊക്കെയാണ്. ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ടായിരിക്കും ഇനി ഇങ്ങോട്ട് വരുന്നത്. അതുവരെയും ലേബർ റൂമിലായിരിക്കും. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല കറക്റ്റ്. എന്തായാലും പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ആരോ ഡോറിൽ മുട്ടും, സിസ്റ്ററാണ്, അത് ദേവിയായിരിക്കും, ചായ കൊണ്ടുവന്നായിരിക്കും. ഇപ്പോൾ എന്തായാലും സിസ്റ്റർ വന്നു. എന്നെ വിളിക്കാൻ ആളാണ്, കഴിച്ചിട്ട് വിളിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ അവരെന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അയ്യോ, ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോഴാണ് ലാസ്റ്റ് ടൈം ഇങ്ങനെയൊക്കെ പിന്നിട്ടു. അപ്പോൾ എനിക്ക് ടെൻഷനില്ല, ഞാൻ ഫ്രീ കൂളാണ്. എങ്കിലും ടെൻഷനില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതൊക്കെ എന്തായാലും നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ, ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. കറക്റ്റ് 5 മണിയപ്പോൾ തന്നെ വന്നിട്ട് വിളിക്കാൻ. നേരത്തെ റെഡി ആയത് കാര്യമായി. കാശുകുട്ടി എണീക്കായിരുന്നാൽ എനിക്ക് വേറെ ഒന്നുമില്ല. കാശി എണീറ്റ് കഴിഞ്ഞാൽ ഇവരെല്ലാവരെയും ഇട്ട് വലയ്ക്കും. ഇപ്പം ചേച്ചി എണീറ്റ് മാത്രമേ ഉള്ളൂ. ലേബർ റൂമിലോട്ട് ദേവി മാത്രമേ ഞാൻ ഇപ്പോൾ കൊണ്ടുപോകുള്ളൂ. വീട്ടിൽ നിന്ന് അവരൊക്കെ ഈ 5:30 ആകുമ്പോഴത്തേന് വരുമായിരിക്കും. രാത്രിയിൽ അവർ 11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ നിന്ന് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. റൂമൊക്കെ സെറ്റായതിനു ശേഷം പോയിട്ടുണ്ടായിരുന്നത്. പ്രശ്നമൊന്നുമില്ല. ഞാനിനി പിന്നെ വരാം. ഡെലിവറി കഴിഞ്ഞിട്ടായിരിക്കും ഇനി കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും പ്രാർത്ഥിക്കണം കേട്ടോ. ആ ചേച്ചി മറ്റേ ഇനിമ തരാൻ വന്നു. കഴിച്ചിട്ട് വിളിക്കാൻ പറഞ്ഞു. കഴിച്ചിട്ട് വിളിക്കാം. കാപ്പിയും ബ്രെഡും ഞാൻ പോയി കഴിച്ചിട്ട് പെട്ടെന്ന് പോയി പ്രസവിച്ചിട്ട് ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ബേബി ഇപ്പം പോയിട്ട്. റെഡിയായി, സെറ്റായിട്ടുണ്ട്. ഞാൻ സെറ്റായി പോയിട്ടില്ല. ഞാൻ ഇതുവരെ പോയില്ല. അവർ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഇനിമ തരാനായിട്ട് റൂമിൽ വരും. എന്നിട്ട് ഇനിമ വെച്ചിട്ട് പിന്നെ ലേബർ റൂമിലോട്ട് കൊണ്ടുപോകായിരിക്കും. എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ റെഡിയായി. കാപ്പി മേടിച്ചു, ബ്രെഡും കഴിച്ചു. ഇനിയിപ്പോൾ ആ ചേച്ചിയെ വിളിച്ചിട്ടില്ല. ചേച്ചി ഇപ്പോൾ വരും. എന്തെങ്കിലും ഇടയ്ക്ക് എനിക്ക് പറയാൻ പറ്റുമെങ്കിൽ ഞാൻ വന്ന് പറയാം. ഇല്ലെങ്കിൽ
ആരെങ്കിലുമൊക്കെ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാൻ മരണമൊക്കെ പോസ്റ്റ് ചെയ്യാം. വീഡിയോ എടുക്കണേ ചേച്ചി, കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ വീഡിയോ എടുക്കണേ. വീഡിയോ എടുത്തോളൂ. ഇപ്പോഴത്തെ ഒരു ആൻറ്റി വന്നിട്ട് ഇനിമ തന്നിട്ട് പോയി. ഇതുവരെ എല്ലാം ഓക്കെയാണ്, പെർഫെക്റ്റാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ വൈറ്റിനൊരു ഗുളു സൗണ്ടൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ മോഷണമൊക്കെ പോയതിന് ശേഷമായിരിക്കും ലേബർ റൂമിലോട്ടൊക്കെ കൊണ്ടുപോകണമെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞൊക്കെ വയറ്റിൽ നിന്നൊക്കെ എന്തൊക്കെയോ ഉരുണ്ട് കയറുന്നൊരു ഫീലിങ്സ്. ഇനി ഇതിനിടയ്ക്ക് ഞാൻ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ വന്നിട്ട് പറയും ഞാൻ പോകുവാണ് എന്ന്. ഇതുവരെ ചിരിച്ചു തുള്ളി കാവടി തുള്ളിയൊക്കെയാണ് പോകാറുള്ളത്. ഇനിമയൊക്കെ തന്നു വാഷ്റൂമിലൊക്കെ പോയി സെറ്റായിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ വിളിക്കാൻ വരും. മൂക്കുത്തി ഊരാൻ പറഞ്ഞു. മൂക്കടയോ എന്തോ. ഞാനൊരു സാധനം എടുത്തകത്ത് ഇട്ടിട്ടുണ്ട്. അടഞ്ഞു പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അവിടെ ചെന്ന് കരയടിക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഊരിപ്പോവും. സൗണ്ട് കുറവായിരിക്കും. കാര്യം പിള്ളേർ ഉറങ്ങുന്നതാണ്. 6 മണിയായി. സിസ്റ്റർ വന്ന് 7 മണിയാകുമ്പോഴത്തേനും അപ്പുറത്തെ ലേബർ റൂമിലോട്ട് കൊണ്ടുപോകത്തുള്ളൂ. 2 ബിൽഡിങ്ങാണ്. ഇത് മദർ ആൻഡ് ചൈൽഡ് കെയർ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷനാണ്. ഇവിടെയാണ് ഇപ്പം നമുക്ക് റൂമുള്ളത്. ഇതാണ് കേട്ടോ റൂം. എല്ലാവരും ഉറങ്ങുന്നത്. രാവിലെ ഞാൻ കാണിക്കുന്നില്ല. കാശിബേക്ക് നല്ല ഉറക്കം. പാവന്ന് പോയി അവിടെ കിടന്ന് നല്ല ഉറക്കം ഉറങ്ങുന്നുണ്ട്. എന്നെ കാണാത്തപ്പം എന്നായിരിക്കുമെന്ന്. ഇനിയിപ്പോൾ 7 മണിയാകുമ്പോഴത്തേനും അപ്പുറത്തെ ബിൽഡിങ്ങിൽ കൊണ്ടുപോകും. അവിടെ കൊണ്ടുവന്നിട്ടായിരിക്കും ഇനി PV ഡോക്ടർ വരും. 8 മണിയാകുമ്പോഴത്തേനും ഡോക്ടർ വരും. വന്നിട്ട് PV ചെയ്തിട്ട് ചിലപ്പോൾ വെള്ളം പൊട്ടിച്ച് വിടുമെന്ന് പറഞ്ഞു. അല്ലാന്നുണ്ടെങ്കിൽ ട്രിപ്പിട്ട് വേദന വന്നില്ല വെള്ളം പൊട്ടിച്ചു. അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഇന്നലെ ആ ചേച്ചിമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഞാൻ കേൾക്കാനുള്ള ത്രാണി എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ മറന്നുപോയി. എന്തായാലും എന്തൊക്കെയാണ് എന്നുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം. എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ഇന്നലത്തെ വീഡിയോ ഞാൻ ഓടി നടന്ന വീഡിയോ ഒക്കെ എടുത്ത് പക്ഷേ പോസ്റ്റ് ചെയ്യാനിട്ടിട്ട് ഞാൻ ഗാലറിക്കകത്ത് ഡിലീറ്റ് ചെയ്ത്. അതുകൊണ്ടിട്ട് ആ പോസ്റ്റ് ചെയ്യാനിട്ട വീഡിയോ ഇനി അപ്ലോഡ് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. പോട്ടെ, ഇനി ഈ അബദ്ധം പറ്റില്ല. നടക്കാം ഇപ്പം ഞാൻ. അപ്പം ദേ ഈവനിങ് ആയി. എന്താ പറയുക, രാവിലെ എന്നെ റൂമിൽ ലേബർ റൂമിൽ കൊണ്ടുപോയതാണ്. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും റൂമിൽ നിന്നൊക്കെ ഇറക്കി. ഇപ്പം റൂമിൽ റെസ്റ്റ് എടുക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഇപ്പം എനിക്ക് വയ്യ, അതുകൊണ്ടാണ്. ഒന്നിനുമുള്ള ത്രാണിയില്ല.